തൻ്റെ വീട്ടിലേക്ക് പോകും വഴിയുള്ള വനത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ കേട്ട് വളർന്ന ഉണ്ണിക്ക് ചെറുവള്ളി എസ്റ്റേറ്റ് ഒരു ദുസ്വപ്നം പോലെയായിരുന്നു. രാത്രിയായാൽ ആരും ആ വഴി പോകാറില്ലത്രേ. അന്ന് രാത്രി ഉണ്ണിയും അവൻ്റെ കൂട്ടുകാരും വഴിതെറ്റി അവിടെ നിന്നുപോയി. പെട്ടെന്ന് കുറെ പട്ടികൾ കുരച്ചുകൊണ്ട് അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. എല്ലാവരും പല വഴിക്ക് ചിതറിയോടി. കയ്യിൽ ഒരു ടോർച്ച് പോലുമില്ലാതെ ഉണ്ണി അമ്പരം നിന്നു. നടന്ന് കാടിൻ്റെ ഒത്ത നടുവിലേക്കാണ് എത്തിയത്. കൂരിരുട്ട് നിറഞ്ഞ കാട്. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. കുന്നിറങ്ങി ഒരു ചുവന്ന വെളിച്ചം അവനടുത്തേക്ക് വരുന്നു. അവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൻ്റെ ഊഹം ശരിയായിരുന്നു. ആരോ നടന്നു വരികയാണ്. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു രൂപം. ഏതു നിമിഷവും ഓടാൻ തയ്യാറായി അവൻ നിന്നു. ആരാ അത്? അയാൾ ദൂരെ നിന്ന് വിളിച്ചു ചോദിച്ചു. അതൊരു മനുഷ്യനാണെന്ന് അവന് തോന്നി. അവൻ സംഭവിച്ചതൊക്കെ അയാളോട് വിളിച്ചു പറഞ്ഞു. തൻ്റെ കൂടെ വന്നവർ എസ്റ്റേറ്റിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടല്ലോ. അയാൾ പറഞ്ഞത് കേട്ട് അവന് ആശ്വാസം തോന്നി. അയാൾ ചൂണ്ടിയ ദിശയിലേക്ക് പോകാനായി അവൻ തിരിഞ്ഞു നടന്നു. നേരത്തെ നിലാവെളിച്ചമുണ്ട്. പട്ടികളുടെ ഓരിയിടലും കേൾക്കാം. എസ്റ്റേറ്റിനുള്ളിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുണ്ട്. അവർ അങ്ങോട്ട് പോയി കാണുമെന്നാണ് അയാൾ സംശയത്തോടെ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. പെട്ടെന്ന് പിന്നിൽ നിന്ന് കൈകൊട്ടി അയാൾ വിളിച്ചു. നിക്ക്, ഞാനും വരാം. അവർ രണ്ടാളും കുന്നുകയറി ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നടുഭാഗത്തെത്തി. അവിടെ അവൻ്റെ കൂട്ടുകാർ വട്ടം കൂടിയിരിക്കുന്നത് അവൻ കണ്ടു. അവൻ ഓടി അവരുടെ അടുത്തെത്തി. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. കൂടെ വന്നയാളെ പരിചയപ്പെടുത്താനായി തിരിഞ്ഞു നോക്കിയവൻ ഞെട്ടിപ്പോയി. അവൻ്റെ ശരീരമാസകലം വിറയ്ക്കാൻ തുടങ്ങി.